നമ്മുടെ പേഴ്സണൽ ഡാറ്റകൾ ലീക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്കെങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? വളരെ ഈസി ആയിട്ട് സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. പേഴ്സണൽ ഡാറ്റകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഫോട്ടോസുകൾ, വീഡിയോസുകൾ, ഡോക്യുമെന്റ്സുകൾ ഒന്നും തന്നെ അല്ല കേട്ടോ. നമ്മുടെ ജിമെയിൽ അക്കൗണ്ട്, അതിന് നമ്മൾ കൊടുത്ത പാസ്വേഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ പേഴ്സണൽ ഡാറ്റകൾ ഉണ്ട്. ഇതൊക്കെ ലീക്കായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇതൊന്നും ലീക്കായിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തണ്ടേ? ചിലപ്പോൾ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് ആദ്യം മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഗൂഗിൾ ID ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മുകളിൽ ഒരുപാട് ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. അതിൽ സെക്യൂരിറ്റി എന്ന ഈ ഒരു ടാബ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാർക്ക് വെബ് റിപ്പോർട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മെയിൽ ID, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഇതിലൊക്കെ എത്രത്തോളം റിസൾട്ട് വന്നിട്ടുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. പാസ്വേഡിനൊക്കെ ഇവിടെ 3 റിസൾട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസർ നെയിം, അവിടെയും റിസൾട്ട് വന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ ലീക്ക് ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വ്യൂ ഓൾ റിസൾട്ട് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിൽ എൻ്റെ മെയിൽ IDയും പാസ്വേഡും ലീക്ക് ആയിട്ടുണ്ട്. കണ്ടോ, ഏത് ഡേറ്റിലാണ് ലീക്കായത് അതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് എഴുതി കാണിക്കുന്നുമുണ്ട്. ഓക്കെ, തൊട്ട് താഴെ മറ്റൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ ജിമെയിലും പാസ്വേഡും യൂസർ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ലീക്ക് ആയിട്ടുണ്ട്. ഏത് ഡേറ്റ് ആണ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ മറ്റൊരു വെബ്സൈറ്റ്, അവിടെയും മെയിൽ IDയും പാസ്വേഡും യൂസർ നെയിമും ലീക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ആരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഇത് തന്നെയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, തൊട്ട് താഴെ പാസ്വേഡ് എന്ന ഭാഗത്ത് ആ ഒരു ഡോട്ട് ഇട്ടിട്ട് ആദ്യത്തെ അക്ഷരം അല്ലെങ്കിൽ അക്കം അവിടെ കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവസാനത്തെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാകുക. അത് നിങ്ങളുടെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. അത് ഉറപ്പാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം എന്നാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതുപോലെ മെയിൽ IDയോ പാസ്വേഡോ ഡേറ്റ് ഓഫ് ബർത്തോ ഇതൊക്കെ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് തന്നെയാണോ എന്ന് ഏകദേശം നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഉടനെ തന്നെ ഇവിടെ കണ്ടോ, ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്, പാസ്വേഡും ഇവിടെ എഴുതിയിട്ടുണ്ട്, യൂസർ നെയിം ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ രൂപത്തിൽ ചെക്ക് ചെയ്യാനും സാധിക്കും. ഉടനെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പാസ്വേഡ്, നിങ്ങളുടെ മെയിൽ IDക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ മാറ്റി കൊടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അതിനായിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വന്നതിന് ശേഷം ഇവിടെ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത ഡാർക്ക് വെബ് റിപ്പോർട്ടിൻ്റെ കുറച്ച് മുകളിലായിട്ട് പാസ്വേഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആ ഒരു ആരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മൊബൈലിൽ കൊടുത്തിട്ടുള്ള പാസ്കോഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ഏതാണ് നിങ്ങൾ മൊബൈലിൽ കൊടുത്തിട്ടുള്ളത് അത് വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫിംഗർ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്, അത് വെച്ച് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ പഴയ പാസ്വേഡ് നമുക്ക് ഓർമ്മ ഇല്ലെങ്കിൽ പോലും പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ ന്യൂ പാസ്വേഡ് എന്ന ഭാഗത്ത് നിങ്ങൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെ ഇവിടെ കൺഫേം എന്ന ഭാഗത്ത് അത് തന്നെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ ചേഞ്ച് പാസ്വേഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈൽ ചെക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നേരത്തെ ഞാൻ കാണിച്ച ഡാർക്ക് വെബ് റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മെയിൽ IDയോ പാസ്വേഡോ അല്ലെങ്കിൽ യൂസർ നെയിമോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ ഏതെങ്കിലും തരത്തിൽ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ IDയുടെ സുരക്ഷ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഒരുപാട് വെബ്സൈറ്റുകൾ നമ്മൾ ദിവസവും സന്ദർശിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.